പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന് മഹത്വം. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ വലിയവനായ കർത്താവ് കൃപ ചെയ്തു ഓർത്തോ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. COVID-19 കൊറോണ വൈറസിൻ്റെ ഭീതിയാൽ ലോകമെങ്ങും നടുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവസന്നിധിയിലെ ആശ്വാസം കണ്ടെത്തുവാൻ വലിയവനായ ദൈവം കൃപ ചെയ്യുന്ന ഓർത്തോ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. വിശേഷാൽ കോവിഡ് വൈറസിൻ്റെ ഭീതിയാൽ ഭാരപ്പെടുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിപ്പാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. വിശേഷാൽ ബഹ്റിൻ ദേശത്തെ ഓർത്ത്, രാജ്യത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടുത്തെ ഭരണാധികാരികളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. വിശേഷാൽ കൊറോണ വൈറസ് ബാധിച്ച് അനുഭവത്തിൽ കഴിയുന്നവരെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫിനെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗത്തിലെ ദൈവം തൻ്റെ വിടുതലിൻ്റെ കരം അയച്ച് ദേശത്തോട് കരുണ കാണിക്കേണ്ടതിനായി ദൈവത്തോട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഭൂലോകമെങ്ങും കോവിഡ് വൈറസിൻ്റെ ഭീതിയാൽ ഭാരത്തിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതകരം വ്യാപരിക്കേണ്ടതിനായിട്ട് നമുക്ക് തുടർന്നും പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമുക്ക് ഏവർക്കും സന്തോഷം നൽകുന്ന വസ്തുത, ഈ പ്രത്യേക സാഹചര്യത്തിൽ, ഈ ലോക്ക്ഡൗൺ പീരീഡിൽ ദൈവവചനം എല്ലാവരിലും കൊണ്ടെത്തിക്കുവാൻ തക്കോണം ഹലോ ഹോപ്പിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സഹോദരങ്ങളായ പ്രിയ ചെറിയൻ മാത്യൂസും രാജീവ് സ്റ്റൂവാർട്ടും ചെയ്യുന്ന സേവനങ്ങളെ ആണ് സ്തോത്രം. അവരുടെ പ്രവർത്തനങ്ങളെ ദൈവം മാനിച്ച് അനുഗ്രഹിക്കട്ടെ. ഒരു ഫൈനാൻഷ്യൽ ബെനിഫിറ്റും ഇല്ലാതെ ഇക്കാലത്ത് ഇത്രമാത്രം തുടർമാനമായി ഒരു പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ ത്യാഗ മനോഭാവം പ്രശംസാർഹമാണ്. ദൈവം അവരെ മാനിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിലായിരിക്കുമ്പോൾ ദൈവവചനം എല്ലാ ഹൃദയങ്ങളിൽ ചെന്നെത്തുവാൻ ഇവിടെ പ്രഘോഷിപ്പിക്കപ്പെടുന്ന ദൈവവചനത്തിൻ്റെ ശക്തി ദൈവഹൃദയങ്ങൾ വ്യാപരിക്കുവാൻ തക്കണം. വളരെ പ്രാർത്ഥനയോടും സമർപ്പണത്തോടും കൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. എന്നെ വിവിധ സ്ഥലങ്ങളിൽ, ദേശങ്ങളിലിരുന്നും ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ സഹോദരി സഹോദരന്മാർക്കും ക്രിസ്തു യേശുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ ഈ തരുണത്തിൽ ഞാൻ അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. സമാധാനവും സന്തോഷവും എല്ലാ ഹൃദയങ്ങളിലും ദൈവം നൽകി പരിപാലിക്കേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ദൈവവചനം അത് വായിച്ച് സഹായിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരൻ പ്രിൻസ് ജോയി ഓർ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ സഹോദരി കർത്താവ് ഈ ദിവസങ്ങളിൽ ധാരാളമായി സഹായിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരോടും ഉള്ള പ്രത്യേകമായ നന്ദി ഈ തരുണത്തിൽ പ്രാരംഭമായി ഞാൻ അറിയിക്കുന്നു. ഇന്ന് പകൽക്കാലത്തെ ദൈവവചന ധ്യാനത്തിനായിട്ട് ദൈവം എന്നെ ഫലമേൽപ്പിച്ചതായ വചനഭാഗം വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യമാണ്. ഇപ്പോൾ നമുക്കത് വായിച്ച് കേൾക്കാവുന്നതാണ്. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. അനേക നാമധേയ ക്രൈസ്തവ സംഘടനകളും മറ്റ് ഇതര ജാതികളും ധരിച്ചിരിക്കുന്നത് പോലെ മരണാനന്തരം ഏതെങ്കിലും മതാനുഷ്ഠാനങ്ങളാൽ ഒരുവനെ വിശുദ്ധനാക്കുവാൻ കഴിയുകയില്ല എന്ന് അസന്നിഗ്ധമായി പറയുന്ന തിരുവചന ഭാഗങ്ങളൊന്നാണ്
നാം ഇവിടെ വായിച്ച് കേട്ടത്. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ദൈവത്തോടുള്ള ഭക്തി എന്ന് പറയുന്നത്, സ്തോത്രം, യാക്കോബ് അപ്പോസ്തലന് രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ ലോകത്താലുള്ള കളങ്കം പറ്റാതവണ്ണം തന്നെ തന്നെ കാത്തുകൊള്ളുന്നതാണ്. ലോകത്താലുള്ള കളങ്കം പറ്റാതെ തന്നെ തന്നെ കാത്തുകൊള്ളുന്നതാണ്. എബ്രായലേഖനം 9-ാം അധ്യായത്തിന്റെ 27-28 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. എബ്രായലേഖനം 9-ാം അധ്യായത്തിന്റെ 27-28 വാക്യങ്ങൾ. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. ദൈവത്തിന് സ്തോത്രം. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി ലോകത്താലുള്ള കളങ്കം പറ്റാതവണ്ണം തന്നെ തന്നെ കാത്തുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ വരവിനായി കാത്തിരിക്കുന്നവരെ ചേർക്കുവാനായി പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകുന്ന നമ്മുടെ കർത്താവ്. ദൈവത്തിന് സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷത്തില് നാം ഇങ്ങനെ വായിക്കുന്നു, സ്തോത്രം, നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളാം. ദൈവം നൽകിയ വാഗ്ദത്തമാണ്. നമ്മുടെ പ്രത്യാശ വിഷയം നമ്മുടെ കർത്താവ് വീണ്ടും വരും എന്നുള്ളതാണ്. സ്തോത്രം. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് മരിച്ച്, തിരുവെഴുത്തുകൾ പ്രകാരം മരിച്ച് അടക്കപ്പെട്ട്, തിരുവെഴുത്തുകൾ പ്രകാരം ഉയർത്തെഴുന്നേറ്റ് 40 ദിവസം തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായ ശേഷം, സ്തോത്രം, അവരെ കൂട്ടിക്കൊണ്ട് ഒലിവുമലയിലേക്ക് കടന്നുപോയി. അവിടെ നിന്ന് സ്വർഗാരോഹണം ചെയ്യുമ്പോൾ അവരെ അനുഗ്രഹിക്കൽ അവൻ സ്വർഗാരോഹണം ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. അവരിങ്ങനെ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുമ്പോൾ, സ്തോത്രം, അവർ കണ്ട കാഴ്ച, വെള്ളവസ്ത്രം ധരിച്ചതായ 2 പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്ന്, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത്, നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ നിങ്ങൾ പോകുന്നവനായി കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് അരുളി ചെയ്തു. നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശു, സ്തോത്രം, അവൻ പോയതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് അവരോട് അരുളി ചെയ്തു. നമ്മുടെ പ്രത്യാശ വിഷയം നമ്മുടെ വാഴ്ത്തപ്പെട്ടവന്റെ കർത്താവിന്റെ മടങ്ങി വരവോ എന്നുള്ളതാണ്. സ്തോത്രം. ഹല്ലേലൂയ. തെസ്സലോനിക്ക ലേഖനം 1-ാം അധ്യായം, 1 തെസ്സലോനിക്ക 4-ാം അധ്യായത്തിന്റെ സ്തോത്രം 13 ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ, സ്തോത്രം, 16-17 വാക്യങ്ങൾ നാം ഇങ്ങനെ വായിക്കുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്നവരായ നാം അവനോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളി. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവിന്റെ മടങ്ങി വരവിൻ്റെതായ, ഹല്ലേലൂയ, തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ കടന്നു വരുന്നതായ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഭാഗങ്ങളാണ്, തിരുവചന ഭാഗങ്ങളാണ് ഞാൻ ഇവിടെ നിങ്ങളെ ഓർപ്പിച്ച് ഉണർത്തിയത്. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ പഴയ നിയമത്തിൽ, ഹല്ലേലൂയ, സങ്കീർത്തനങ്ങളിൽ നാം ഇങ്ങനെ ഒരു വാക്യം വായിക്കുന്നുണ്ട്.
50-ാം സങ്കീർത്തനത്തിൽ 4-5 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു, തന്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടതിന്, തന്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടതിന് അവൻ മേലിൽ നിന്ന് ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നു. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുവീൻ. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുവീൻ. യാഗം കഴിച്ച് ദൈവത്തോട് നിയമം ചെയ്തവരായിരിക്കണം. 2, അവർ വിശുദ്ധന്മാരായിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ അടുക്കൽ ദൈവം കൂട്ടിച്ചേർക്കുന്നത് യാഗം കഴിച്ച് ദൈവത്തോട് നിയമം ചെയ്തവരും വിശുദ്ധനുമായിരിക്കണം എന്നുള്ളതാണ് ദൈവിക വ്യവസ്ഥ. ദൈവത്തിന് സ്തോത്രം. 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന് 16 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. ജീവനുള്ള ദൈവം വസിപ്പാൻ തക്കണം തെരഞ്ഞെടുത്ത ആലയങ്ങളാണ് നാം ഓരോരുത്തരും. ഹല്ലേലൂയ, അവൻ നമ്മിൽ വസിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അവൻ നമ്മിൽ വസിക്കുന്നു. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 23-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും, എന്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. സ്തോത്രം. ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. സ്തോത്രം. ദൈവവചനം പ്രമാണിക്കുന്നവർ, അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവന്റെ ഉള്ളിൽ വാസം ചെയ്യുന്ന ദൈവം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ആവർത്തന പുസ്തകം 23-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, നിന്റെ ദൈവമായ യഹോവ നിന്നെ രക്ഷിപ്പാനും ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരുവാനും നിന്റെ പാളയത്തിന്റെ മധ്യേ നടക്കുന്നു. നിങ്ങൾ വൃത്തികേട് കണ്ടിട്ട് അവൻ നിന്നെ വിട്ടകലാതിരിപ്പാൻ നിന്റെ പാളയം ശുദ്ധിയുള്ളതായിരിക്കണം. ഹല്ലേലൂയ. അവൻ നിന്റെ ഉള്ളിൽ വസിക്കണമെങ്കിൽ, നിന്റെ കൂടെ പാർക്കണമെങ്കിൽ നിന്റെ പാളയം വിശുദ്ധമായിരിക്കണം. ഹല്ലേലൂയ. അവൻ നിങ്ങൾ വൃത്തികേട് കണ്ടിട്ട് നിന്നെ വിട്ടകലാതിരിപ്പാൻ നിന്റെ പാളയം വിശുദ്ധമായിരിക്കണം. കുറിവാക്യം നിങ്ങൾ ഓർമ്മയുണ്ടല്ലോ. വിശുദ്ധൻ ഇനി തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. 93-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, യഹോവേ നിന്റെ വിശുദ്ധ നിന്റെ ആലയത്തിന് എന്നേക്കും ഉചിതം തന്നെ. ഹല്ലേലൂയ. ലേവ്യ പുസ്തകത്തിന്റെ 20-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തില് നാം ഇങ്ങനെ വായിക്കുന്നു, ആകയാൽ സ്തോത്രം, നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വിശുദ്ധന്മാരായിരിപ്പീൻ. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. നീ വിശുദ്ധനായിരിക്കുന്നു എങ്കിൽ ഹല്ലേലൂയ അവൻ നിന്റെ ദൈവമാണ്. ഹല്ലേലൂയ, സ്തോത്രം. 91-ാം സങ്കീർത്തനം നാം വായിക്കുന്നത്, അത്യുന്നതന്റെ വരൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൽ പാർക്കുകയും ചെയ്യുന്നവൻ അവനെന്ന് പറയുവാനുണ്ട്. ദൈവം എന്റെ സങ്കേതമാ, എന്റെ കോട്ടയാ. ഹല്ലേലൂയ. അവനെ കുറിച്ചാണ് ദൈവവചനത്തിൽ പറയുന്നത്, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല എന്ന്. ഹല്ലേലൂയ, സ്തോത്രം. നീ ദൈവസന്നിധി ആയിരിക്കുന്നിടത്തോളം, ദൈവത്തിന്റെ വലയത്തിനുള്ളിലായിരിക്കുന്നിടത്തോളം നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന ദൈവത്തിന്റെ സാന്നിധ്യം. ഹല്ലേലൂയ, സ്തോത്രം. യെശയ്യാ പ്രവചനത്തിലെ 6-ാം അധ്യായത്തില് ഹല്ലേലൂയ, സ്തോത്രം, നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. യെശയ്യാവിനെ കുറിച്ച് കാണുമ്പോൾ ഉസ്സിയ രാജാവിന്റെ ഹല്ലേലൂയ, സ്തോത്രം, ഉസ്സിയ രാജാവിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു പ്രവാചകനായിരുന്നു ഉസ്സിയാവ്. ഹല്ലേലൂയ, സ്തോത്രം. ഉസ്സിയാവിന്റെ ഹല്ലേലൂയ വലിയ ആശ്രയം, വലിയ സപ്പോർട്ട് ഈ ഹല്ലേലൂയ യെശയ്യാവിന് ലഭിച്ചിരുന്നു. അവൻ കിട്ടുന്ന സാഹചര്യങ്ങളൊക്കെയും ഹല്ലേലൂയ കയറി നിന്നുകൊണ്ട്, അവസരങ്ങളൊക്കെ കയറി നിന്നുകൊണ്ട് ഇസ്രായേൽ ജനത്തെ നോക്കിക്കൊണ്ട് നിങ്ങൾക്കയ്യോ കഷ്ടം എന്ന് ഹല്ലേലൂയ വിളിച്ചു പറയുന്ന ഒരു പ്രവാചകനായിരുന്നു. സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ, സ്തോത്രം,
ഒരു ദിവസം ഹല്ലേലൂയ സ്തോത്രം അവന്റെ ആശ്രയമായിരുന്ന അവൻ അധികം ആശ്രയിച്ചിരുന്നതായ ഈ ഉസ്യാവ് മരിച്ചു. ഉസ്യാവ് മരിച്ചു കഴിഞ്ഞപ്പോൾ തന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ അതുവരെ അനുഭവിച്ചിരുന്ന എല്ലാ സൗഭാഗ്യങ്ങളും തനിക്ക് നഷ്ടമായല്ലോ എന്നുള്ള ചിന്ത അവനെ ഭരിച്ച് നിരാശനായിട്ട് ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവം അവന്റെ ഹൃദയ ദൃഷ്ടികളെ അങ്ങ് പ്രകാശിപ്പിച്ചു. ദൈവ ഹൃദയ ദൃഷ്ടികളെ പ്രകാശിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ അവനൊരു കാഴ്ച കണ്ടു. അതാണ് യെശയ്യാപ്രവചനം 6-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നത്. 1-2 വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സാരാഫുകൾ അവന് ചുറ്റും നിന്ന് ഓരോരുത്തന് 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്ന് ഒരുത്തനോടൊരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നുവെന്ന് ആർത്തു പറഞ്ഞു. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി ആലയം പുക കൊണ്ട് നിറഞ്ഞ്, അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. ദൈവികമായ കാഴ്ച ദർശനം പ്രാപിച്ചവൻ സ്തോത്രം അതുവരെയും നിന്നുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം താനാണ് ശരി, മറ്റെല്ലാവരും തെറ്റുകാരാണെന്ന ചിന്താഗതി ഉണ്ടായിരുന്ന പ്രവാചകൻ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് നിങ്ങൾ ശരിയല്ല, നിങ്ങൾക്ക് അയ്യോ കഷ്ടമാണ്, നിങ്ങൾക്ക് കഷ്ടമാണ് വരുവാൻ പോകുന്നത്, നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ചിട്ടില്ലാത്ത ജനമെന്ന് വിളിച്ചു പറഞ്ഞവർ ദൈവിക തേജസ്സിന്റെ മുമ്പിൽ തന്നെ അവൻ കണ്ടു. ഹല്ലേലൂയ. അവൻ പറയുക, എനിക്ക് അയ്യോ കഷ്ടം. മനോഭാവത്തിൽ മാറ്റം വന്നു. എപ്പോൾ? ദൈവിക ദർശനം പ്രാപിച്ചപ്പോൾ. ഒരുവനും ലഭിക്കുന്ന ദൈവിക ദർശനമാണ് അവന്റെ മനോഭാവത്തിന് മാറ്റം വരുത്തുന്നത്. ഹല്ലേലൂയ. ദൈവിക മഹത്വത്തിന്റെ ദർശനത്തിന്റെ മാത്രയിൽ തന്നെ ഹല്ലേലൂയ സ്തോത്രം അവൻ തന്നെ സമർപ്പിച്ചിട്ട് ഹല്ലേലൂയ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഹല്ലേലൂയ. അതിന്റെ ഫലം പിന്നത്തേതിൽ നാം വായിക്കുന്നത് ദൈവികമായ കാഴ്ചപ്പാടുകൾ അവന് ലഭിക്കുകയും ഹല്ലേലൂയ സ്തോത്രം മാനവജാതിയുടെ ഹല്ലേലൂയ പാപ പരിഹാരാർത്ഥം കടന്നു വരുന്ന മശിഹായെ കുറിച്ചുള്ളതായ ദർശനം, അവന്റെ ജനനത്തെ കുറിച്ചും അവന്റെ വളർച്ചയെ കുറിച്ചും അവന്റെ കഷ്ടാനുഭവങ്ങളെ കുറിച്ചുമുള്ള എല്ലാ കാഴ്ചപ്പാടുകളും ദൈവം നൽകിയ ഒരു പ്രവാചകനായി അവൻ തീർന്നു എന്നാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒരു ഭക്തന്റെ ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധിയാണ് അവനെ ദൈവത്തോട് അടുപ്പിക്കുന്ന സ്തോത്രം ഘടകം. ഹല്ലേലൂയ സ്തോത്രം. യേശുവിന്റെ മഹത്വം ഒരു ഭക്തന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധി. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ലോക മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധി അവനെ കഠിന ഹൃദയനാക്കുമ്പോൾ ഹല്ലേലൂയ ഒരു ദൈവഭക്തന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധി ഹല്ലേലൂയ അവനെ ദൈവത്തോട് അടുപ്പിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. വെളിച്ചത്തിന് മുമ്പ് ഒരു ഇരുളുണ്ട്. ഒരു ലോക തത്വമാണ്. ഹല്ലേലൂയ. വെളിച്ചത്തിന് മുമ്പേ ഒരു ഇരുൾ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. A cross before a crown. ഹല്ലേലൂയ. ക്രൂശില്ലാതെ ഒരു കിരീടമില്ല. ഹല്ലേലൂയ എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ സ്തോത്രം. ഒരു വിജയം ആവശ്യമാണെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു ഹല്ലേലൂയ ഒരു ഫൈറ്റിംഗ് ഉണ്ട്, ഒരു യുദ്ധമുണ്ട്. ഒരു യുദ്ധമുണ്ടായിട്ട് മാത്രമേ ഹല്ലേലൂയ ഒരു വിജയം ലഭിക്കാൻ സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. ഒരു മഹത്വത്തിന് മുമ്പ് ഹല്ലേലൂയ സ്തോത്രം ഒരു മഹത്വം പ്രാപിക്കുന്നതിന് മുമ്പ് അതിന്റെ പിന്നിൽ പല കഷ്ടങ്ങളുമുണ്ട്. ഹല്ലേലൂയ. സഫറിംഗ് ബിഫോർ എ ഗ്ലോറി. ഹല്ലേലൂയ. ഒരു ജനനം നടക്കുന്നതിന്റെ പിന്നിൽ ഒരു വേദനയുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. യേശു പറഞ്ഞു ഹല്ലേലൂയ സ്തോത്രം യോഹന്നാന്റെ സുവിശേഷം 32:24 ഹല്ലേലൂയ ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കുന്നു, ചത്തു എങ്കിലോ വളരെ ഫലം കായ്ക്കും. ഹല്ലേലൂയ സ്തോത്രം. ഒരു കോതമ്പ് മണി അത് നിലത്ത് വീണ് ചാകുമ്പോഴാണ് ഹല്ലേലൂയ അനേക ഫലം കായ്ക്കുന്നത്, അനേക കോതമ്പ് മണി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഇത് പ്രകൃതിയുടെ നിയമമാണ്. ഹല്ലേലൂയ സ്തോത്രം. കെമിസ്ട്രിയും ഫിസിക്സും പഠിച്ചവർക്ക് ഹല്ലേലൂയ പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു വിഷയമാണ് ദ ലോ ഓഫ്
thermodynamics, hallelujah, the law of thermodynamics, hallelujah, സ്തോത്രം. ഊഷ്മഗതി വിജ്ഞാനത്തിന്റെ തത്വം, hallelujah, സ്തോത്രം. ഊഷ്മഗതി വിജ്ഞാനത്തിന്റെ തത്വം അനുസരിച്ചാണ് ഈ ലോകത്തിന്റെ നിലനിൽപ്പെന്ന് സയൻസ് നമ്മോട് പറയുമ്പോൾ ബൈബിളാണ് അതിന്റെ ആധാരം എന്ന വസ്തുത നാം മറന്നു പോകരുത്. സ്തോത്രം. തെർമോഡൈനാമിക്സ് ലോയിലെ 3 തത്വങ്ങളിൽ രണ്ടാമത്തെ തത്വമാണ് ഒരു ക്രമക്കേടിൽ നിന്ന് ഒരു ക്രമം ഉളവായി വരണമെങ്കിൽ മറ്റൊരു ക്രമം അതിന്റെ പിന്നിൽ മരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ഒന്നും കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ, ഒരു ക്രമക്കേടിൽ നിന്ന് ഒരു ക്രമം ഉളവായി വരണമെങ്കിൽ മറ്റൊരു ക്രമം അതിന്റെ പിന്നിൽ മരിക്കണം. ഒരു മരണം കൂടാതെ ഒരു ക്രമക്കേടിൽ നിന്ന് ഒരു ക്രമം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുകയില്ല. ഉദാഹരണത്തിന്, ഒരു വണ്ടിയിൽ നാം യാത്ര ചെയ്യണമെങ്കിൽ അതിന് ഇന്ധനം ആവശ്യമാണ്. സ്തോത്രം. ആ ഇന്ധനം ഐദർ പെട്രോൾ ഓർ ഡീസൽ ഓർ ഗ്യാസ് എന്തുമാകാം. സ്തോത്രം. ആ ഇന്ധനം എരിഞ്ഞടങ്ങുന്ന നിമിത്തമാണ് നാം സുഖമായി യാത്ര ചെയ്യുന്നത്. സ്തോത്രം. നമ്മുടെ മുമ്പിൽ കൊണ്ടുവയ്ക്കപ്പെടുന്ന ഭക്ഷണം അത് പാകം ചെയ്തതിന് പിന്നിൽ ഒരു ഇന്ധനം, ഹല്ലേലൂയ, കത്തിത്തീരേണ്ടത് ആവശ്യമായിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഒന്ന് മരിച്ചെങ്കിൽ മാത്രമേ മറ്റൊന്ന് ജീവിപ്പിക്കപ്പെടുകയുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. ഇതാണ്, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, ഡൈനാമിക്സ് ലോ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. തിരുവചനം നമ്മെ ഓർപ്പിച്ചുണർത്തുന്ന വസ്തുത അത് തന്നെ ആണ്. ഹല്ലേലൂയ, സ്തോത്രം. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തില് നാം ഇങ്ങനെ വായിക്കുന്നു: പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കപ്പെട്ടു, പാപമാക്കി. ഹല്ലേലൂയ. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി. ഹല്ലേലൂയ. 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തില് നാം ഇങ്ങനെ വായിക്കുന്നു: നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന്, പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നു മരിക്കുന്നു. നമുക്ക് സൗഖ്യം നൽകി തരുവാൻ, നമുക്ക് ജീവനെ നൽകി തരുവാൻ, നമ്മുടെ ശാപത്തെ നീക്കുവാൻ, നമ്മുടെ പാപത്തെ നീക്കുവാൻ തക്കോണ പാപമില്ലാത്തവൻ നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചു. ഹല്ലേലൂയ. യേശുവിന്റെ മരണമാണ് നമുക്ക് ജീവനെ നൽകി തന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. തെർമോഡൈനാമിക്സ് ലോ പ്രകാരം, അതിന്റെ 2ാമത്തെ തത്വപ്രകാരം, ഹല്ലേലൂയ, സ്തോത്രം, അത് തന്നെയാണ് ഇവിടെ നാം കാണുവാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഒന്ന് മരിച്ചെങ്കിൽ മാത്രമേ മറ്റൊന്നിനെ ജീവൻ പ്രാപിക്കുവാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം സ്നേഹമാണ്. ഹല്ലേലൂയ. അപ്പോൾ തന്നെ ദൈവം നീതിമാനും കൂടിയാണ്. സ്നേഹവാനായ ദൈവം, ഹല്ലേലൂയ, മാനവജാതിയോട് തന്റെ സ്നേഹത്തെ കാട്ടുമ്പോൾ ദൈവത്തിന്റെ നീതി, ഹല്ലേലൂയ, അത് പ്രവർത്തിച്ചേ കഴിയുകയുള്ളൂ. ദൈവത്തിന് മുഖമക്ഷമില്ല. ദൈവം നീതിമാനാണ്. സ്നേഹവാനായ ദൈവം നീതിമാനും കൂടെയാണ്. ഹല്ലേലൂയ, സ്തോത്രം. സ്നേഹവാനായ ദൈവത്തിന് തന്റെ ക്രോധം പകരാതിരിക്കാൻ കഴിയുകയില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. സ്നേഹവാനായ ദൈവത്തിന് തന്റെ ക്രോധം പകരുവാൻ കഴിയത്തില്ല. എന്നാൽ നീതിമാനായ ദൈവത്തിന് തന്റെ ക്രോധം പകരാതിരിക്കാൻ കഴിയുകയില്ല. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ, സ്തോത്രം. മനുഷ്യന്റെ യാതൊരു പുണ്യപ്രവൃത്തിയാലും, ഹല്ലേലൂയ, സ്തോത്രം, അവന്റെ ആത്മാവിന് രക്ഷ നേടുവാൻ കഴിയാതെ വന്നപ്പോൾ യെശയ്യാ പ്രവചനം 64-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തില് നാം ഇങ്ങനെ വായിക്കുന്നു: മനുഷ്യന്റെ സകല നീതി പ്രവൃത്തികളും കാറ പുരണ്ട തുണി പോലെ മാത്രം ഇരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഏത് നീതി പ്രവൃത്തി ചെയ്താലും നീതിമാന ദൈവത്തിന് മുമ്പാകെ അത് കറ പുരണ്ട തുണി പോലെ മാത്രം. ഹല്ലേലൂയ, സ്തോത്രം. കോരഹൂത്രന്മാർ തങ്ങളുടെ പിതാക്കന്മാരുടെ പാപം ചെയ്ത നിമിത്തം ഭൂമി വായ്പിളർന്ന്
അവരെ വിഴുങ്ങി കളഞ്ഞപ്പോൾ ദൈവസന്നിധിയിലേക്ക് ഓടി അഭയം കണ്ടെത്തിയവരാണ് കോരഹിന്റെ പുത്രന്മാർ. അവർ ഇങ്ങനെ പാടി, ഹല്ലേലൂയ, സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുക്കുവാനോ ദൈവത്തിന് വീണ്ടെടുപ്പൽ കൊടുപ്പാനോ ആർക്കും കഴിയുകയില്ല. ഹല്ലേലൂയ, സ്തോത്രം. അവരുടെ ഹല്ലേലൂയ ആർക്കും കഴിയുകയില്ല എന്ന് അവർ നിലവിളിക്കുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, യേശുവിനെ മഹത്വം എബ്രായ ലേഖന കർത്താവ് ഹല്ലേലൂയ അതിന്റെ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. പുതിയ നിയമത്തില് പഴയ നിയമത്തിൽ കോരഹപുത്രന്മാർ പാടി, ഹല്ലേലൂയ, മനുഷ്യന്റെ വീണ്ടെടുപ്പ് നടത്തുവാൻ ആരാലും സാധ്യമാകയില്ല എന്ന് പറഞ്ഞപ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ഹല്ലേലൂയ, സ്തോത്രം, എബ്രായ ലേഖനത്തിൽ പൗലോസിലൂടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും, ഹല്ലേലൂയ, അർത്ഥാൽ ദൈവത്തിന്റെ പുത്രൻ അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്ത മരണഭീതി അടിമകളായിരുന്നവരൊക്കെ വിട്ടുവെച്ചു. ഹല്ലേലൂയ, മരണഭയം, ഹല്ലേലൂയ, അവരുടെ മേൽ നിറങ്ങിയപ്പോൾ അവരെ രക്ഷ ചെയ്യുവാൻ ദൈവത്തിന്റെ പുത്രൻ, ഹല്ലേലൂയ, സ്തോത്രം, ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തില്, ഹല്ലേലൂയ, സ്തോത്രം, അവൻ ദൈവ രൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി, ഹല്ലേലൂയ, തന്നെത്താൻ ഒഴിച്ചു. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അവൻ അനുസരണമുള്ളവനായി തീർന്നു. നമ്മുടെ ജ്യേഷ്ഠ സഹോദരനായിട്ട്, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, വചനം ജഡമെടുത്തവൻ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. ഹല്ലേലൂയ, ദൈവ സ്നേഹത്തിന്റെ മുമ്പിൽ ദൈവത്തിന്റെ സ്നേഹമാണ് ക്രിസ്തുവിനെ, തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. ഹല്ലേലൂയ, സ്തോത്രം, യേശുവിന്റെ മഹത്വം. ഹല്ലേലൂയ, മരണഭീതിയില് ഭയന്നിരുന്ന നമ്മെ വീണ്ടെടുക്കുവാൻ തന്റെ പുത്രനെ, തന്റെ ഏകജാതനായ പുത്രനെ ദൈവം ഈ ലോകത്തിലേക്ക് അയച്ചു. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, പ്രവാചകൻ ഇങ്ങനെ എഴുതി, അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി സ്വന്തം പുത്രനെ ആദരിയാതെ അവരെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നു. ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന എന്റെ വാത്സല്യ സഹോദരി സഹോദരന്മാരെ, ഇതുവരെയും ഈ ദൈവത്തെ, ഈ നല്ല സ്നേഹവനായ ദൈവത്തെ കണ്ടുമുട്ടാതെ നീ ആയിരിക്കുന്നെങ്കിൽ, നിന്റെ ഹൃദയവന് നൽകാതെ നീ ആയിരിക്കുന്നെങ്കിൽ, ഈ പകൽക്കാലം നിന്നെ തന്നെ നീ ഒന്ന് സമർപ്പിക്കുവാൻ ദൈവ സ്നേഹത്തെ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം, യേശുവിന്റെ മഹത്വം പകൽ പോലെ വ്യക്തമായ, ഹല്ലേലൂയ, ചരിത്രം സാക്ഷ്യം പറയുന്ന ഈ ക്രൂശ് മരണം ലോകത്തിന്റെ മുമ്പിൽ നിലനിൽക്കുന്നുണ്ടെങ്കിലും സാക്ഷാത്തായതിനെ ലോകം തിരിച്ചറിയുന്നില്ല. ദൈവിക ഘടികാരത്തിന്റെ സൂചി അതിവേഗം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം നിത്യതയിൽ പ്ലാൻ ചെയ്ത പദ്ധതികളുടെ സമാപനത്തിലേക്ക് ലോകം ഇന്ന് എത്തിയിരിക്കുന്നു. ഹല്ലേലൂയ, സകലത്തെ നിയന്ത്രിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നൊരു തിരിച്ചറിവിലേക്ക് ജനം മടങ്ങി വരേണ്ടതിന് ദൈവം അയച്ച ഒരു മഹാവ്യാധി തന്നെയാണ് ഇന്ന് സർവ്വലോകവും നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ദൈവ വചനത്തിന് വെളിച്ചത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ. ഹല്ലേലൂയ, അർത്ഥാൽ, ഹല്ലേലൂയ, സ്തോത്രം, ദൈവ സന്നിധിയിൽ ഒരു ദൈവമുണ്ട് എന്ന്, സകലത്തെ നിയന്ത്രിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന്, ഹല്ലേലൂയ, അവന്റെ ജനം തിരിച്ചറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഈ ദിവസങ്ങളില് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിച്ചാൽ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, നാം കാണുന്നത്, ഹല്ലേലൂയ, അനേകര് ഈ മഹാവ്യാധി നിമിത്തം, ഹല്ലേലൂയ, സ്തോത്രം, തെരുവില്, വഴിയരികില്, സ്തോത്രം, കിടന്നുകൊണ്ട്, ഹല്ലേലൂയ, നിലവിളിക്കുന്ന കാഴ്ച ലോകത്തിന്റെ ഇതര രാജ്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. തങ്ങളുടെ കണ്ണുകളെ ദൈവത്തിലേക്ക് ഉയർത്തിയിട്ട്,
ഹല്ലേലൂയ. യേശു മാത്രം ദൈവമെന്ന്, നീ മാത്രം ദൈവമെന്ന് അവർ അലറി വിളിക്കുന്നു. ഹല്ലേലൂയ. സഹായത്തിനായിട്ട് അവരുടെ കണ്ണുകൾ ദൈവത്തിലേക്ക് ഉയർത്തുന്നു. ഹല്ലേലൂയ. മാനുഷികമായിട്ട് അവരാൽ ഒന്നും ചെയ്യാൻ കഴിയാതിരുന്നപ്പോൾ അവർ ദൈവത്തിലേക്ക് തങ്ങളുടെ കണ്ണുകളെ ഉയർത്തുന്ന കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ തന്നെ കഠിനപ്പെടുന്ന മനുഷ്യ സമൂഹത്തെ നമുക്ക് അവിടെ ഇവിടങ്ങളിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. സഭാപ്രസംഗി ഹല്ലേലൂയ സ്തോത്രം. 2 കൊരിന്ത്യർ 4 നാം ഇങ്ങനെ ഒരു വാക്യം വായിക്കുന്നുണ്ട്. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ മർമ്മം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം ഹല്ലേലൂയ സർവ്വലോകം ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ പ്രതിസന്ധിയിലും അവർ ദൈവത്തെ തിരിച്ചറിയാത്തത്. ഹല്ലേലൂയ സ്തോത്രം. സഭാപ്രസംഗിക്കാനുകളുടെ ജ്ഞാനിയായ ശലോമോൻ ഇങ്ങനെ പാടി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ 3-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തില് അവൻ സകലവും അതതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്ത നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു. എങ്കിലും ദൈവമാദിയോടന്തം ചെയ്യുന്ന പ്രവൃത്തിയെ ഗ്രഹിപ്പാൻ അവർക്ക് കഴിയില്ല. സ്തോത്രം. എങ്കിലും ദൈവം ആദിയോടന്തം ചെയ്യുന്ന പ്രവൃത്തി, നിത്യത ദൈവം മനുഷ്യന്റെ ഹൃദയത്തിലാണ് വെച്ചിരിക്കുന്നത്. ദൈവസ്തോത്രം. ആ നിത്യത എങ്ങനെ ആയിരിക്കണമെന്ന് തെരഞ്ഞെടുക്കുവാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ദൈവം മനുഷ്യന് നൽകിയിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. നിത്യനാശം വേണമെങ്കിൽ അത് തെരഞ്ഞെടുക്കാം. തെരഞ്ഞെടുത്ത നരകത്തിലേക്ക് പോകുവാൻ മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട്. നിത്യജീവൻ തെരഞ്ഞെടുത്ത് നിത്യ സന്തോഷത്തിലേക്ക് പ്രവേശിപ്പാനുള്ള സ്വാതന്ത്ര്യവും ദൈവം മനുഷ്യന് നൽകിയിട്ടുണ്ട്. മനുഷ്യൻ ലഭിച്ചിരിക്കുന്ന ഈ ചെറിയ ആയുസ്സിൽ മാത്രമേ ആ തെരഞ്ഞെടുപ്പ് നടത്തുവാൻ കഴിയുകയുള്ളൂ എന്ന പരമാർത്ഥം ഏവരും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഹല്ലേലൂയ. മനുഷ്യൻ ഹല്ലേലൂയ സ്തോത്രം അവന്റെ ജീവകാലത്ത് തന്നെ നാം കുറിവാക്യത്തിൽ വായിച്ചതുപോലെ നീതിമാൻ ഇനി നീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനി അഴുക്കാടട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. തെരഞ്ഞെടുപ്പ് ഈ ആയുസ്സിൽ മാത്രമേ നടക്കുകയുള്ളൂ. മരണശേഷം ഹല്ലേലൂയ കൊരിന്ത്യ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. ഹല്ലേലൂയ. എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ട ഒരു ദിവസം മുമ്പിലുണ്ട് എന്ന് മറന്നു പോകരുത്. ഹല്ലേലൂയ സ്തോത്രം. തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണ് ഹല്ലേലൂയ ഉള്ളിൽ സംഘടന നടക്കുന്നത്. സ്തോത്രം. ഒരു കടയിലോട്ട് നമ്മുടെ സഹോദരിമാരുമായിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ, വലിയ കടയിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒറ്റ സാരി എടുക്കാൻ അനുവാദം ഉണ്ടെന്ന് പറഞ്ഞ് ഒരു സാരി എടുക്കാവൂ. അത് എത്ര വില കൂടിയതോ എത്ര ഇഷ്ടമുള്ളത് ഇടും. ഒറ്റ ഒരെണ്ണം എടുക്കാൻ പറ്റും. ഇനി അവസരമില്ല, ഒറ്റ ഒരെണ്ണം. അപ്പോൾ അറിയാം അവരുടെ ഹൃദയത്തിൽ വരുന്ന സംഘടന. എന്താ എടുക്കേണ്ടത്, എങ്ങനെ എടുക്കേണ്ടത്, ഏതായിരിക്കും, ഏതാണ് നല്ലത്, ഏതാണ് തീയത്, എത്ര സമയം കൊടുത്താലും തിരഞ്ഞെടുക്കുവാൻ പറ്റാത്തൊരു അനുഭവം. സ്തോത്രം. എന്നാൽ ജീവിതത്തിൽ ഒരവസരം മാത്രമേ ലഭിക്കുകയുള്ളൂ. തെരഞ്ഞെടുപ്പിനെങ്കിൽ എത്രമാത്രം ശ്രദ്ധയുള്ളവരായിരിക്കണം എന്ന് ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ഒന്ന് ചിന്തിപ്പാൻ നമുക്കിടയാകട്ടെ. ശലോമോൻ സദൃശവാക്യം 18-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. മരണവും ജീവനും നാവിന്റെ അധികാരത്തിലിരിക്കുന്നു. മരണവും ജീവനും നാവിന്റെ അധികാരത്തിലിരിക്കുന്നു. അതിലിഷ്ടപ്പെടുന്നവർ അതിന്റെ ഫലം അനുഭവിക്കും. അതിലിഷ്ടപ്പെടുന്ന എന്റെ അധികാരത്തിന്റെ കീഴിലുള്ള സ്തോത്രം ജീവനും മരണവും ഇരിക്കുന്നത്. അതിലിഷ്ടപ്പെടുന്നവർ അതിന്റെ ഫലം അനുഭവിക്കും. ഹല്ലേലൂയ. മനുഷ്യന്റെ ഉള്ളിൽ തന്നെയാണ് അവന്റെ നിത്യതയുടെ ക്രമീകരണം ദൈവം വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ പ്രായശ്ചിത്ത ബലിയിൽ വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിച്ചവർക്ക് സ്വർഗ സന്തോഷത്തിന്റെ നിത്യതയാണെങ്കിൽ ദുഷ്ടന്മാർക്കും അവിശ്വാസികൾക്കും അത് നിത്യ
നിത്യവേദനയുടെ നിത്യതയായിരിക്കും. ഹല്ലേലൂയ. ഒന്നുകിൽ നിത്യജീവൻ അല്ലെങ്കിൽ നിത്യനരകം. തെരഞ്ഞെടുപ്പിന്റെ സ്വാതന്ത്ര്യം ഓരോ മനുഷ്യനുമുള്ളതാണോ? എന്തു തിരഞ്ഞെടുക്കുന്നുവോ അതിന്റെ അന്തം പ്രാപിക്കും. എന്നാൽ ഹല്ലേലൂയ, റോമാലേഖനത്തിലൂടെ ദൈവം പറയുന്നത്, റോമാലേഖനം 2-ാം അധ്യായത്തിന്റെ 5ഉം 6ഉം വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു. എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തിലേക്ക് നിനക്ക് തന്നെ കോപം ചരുതി വെക്കുന്നു. നിനക്ക് തന്നെ കോപം ചരുതിച്ചു വെക്കുന്നു. കൂട്ടിവെക്കുക. നിനക്ക് തന്നെ കോപം ചരുതിച്ചു വെക്കുന്നു. നാം ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്ക പകരം അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം ചെയ്യുന്ന ദൈവം. ഹല്ലേലൂയ. നമ്മുടെ ഏത് പ്രവൃത്തികളും നാം എന്ത് വിശ്വസിക്കുന്നു, എന്ത് ഗ്രഹിച്ചിരിക്കുന്നു, ആർക്ക് വിധേയപ്പെട്ടിരിക്കുന്നു, ആർക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു എന്നതിലൊക്കെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. വിശ്വസിക്കാത്ത ഹല്ലേലൂയ, ക്രിസ്തുവിനെ അനുസരിച്ച് ജീവിക്കുകയും ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന പ്രവർത്തികൾ എപ്പോഴും ക്രൈസ്റ്റ് സെന്റേഡ് ആയിരിക്കും. ഹല്ലേലൂയ. എന്നാൽ വിശ്വസിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിശ്വസിക്കുവാൻ കഴിയാത്തത് കൊണ്ട് അവരുടെ പ്രവർത്തികളും അത്തരത്തിലുള്ളതായിരിക്കും. ഹല്ലേലൂയ. ക്രിസ്തുവിനെ അനുസരിച്ച് ജീവിക്കുന്നവരുടെ പ്രവർത്തികൾ ക്രൈസ്റ്റ് സെന്റേഡ് ആയിരിക്കും. അതിന്റെ ഫലവും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വചനത്തിന് മുമ്പിൽ നാം ആയിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ഇപ്പോഴത്തെ ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മെ തന്നെ ശോധന ചെയ്യുവാൻ നമുക്കിടയാകട്ടോ. ഇപ്പോഴത്തെ നമ്മുടെ പ്രവർത്തികളും ചെയ്തികളും ഒരു ദൈവ പൈതലെന്ന സാക്ഷ്യം ഹല്ലേലൂയ നമുക്ക് നേടിത്തരുന്നുണ്ടോ എന്ന് ഒന്ന് ശോധന ചെയ്യുവാൻ ഈ പകൽക്കാലം ദൈവം കൃപ ചെയ്യട്ടെ. ഹല്ലേലൂയ. ഓരോ മനുഷ്യനും തന്റെ ആയുഷ്കാലം മുഴുവൻ അവന്റെ ന്യായവിധി എഴുതുകയാണ് എന്നതൊരു പരമാർത്ഥം തന്നെയാണ്. ഒരു പക്ഷേ പെട്ടെന്ന് നിങ്ങൾക്കത് മനസ്സിലായി കാണത്തില്ല. ഹല്ലേലൂയ. ഓരോ മനുഷ്യനും അവന് ലഭിച്ചിരിക്കുന്ന ആയുസ്സിന്റെ ഓരോ നിമിഷവും അവന്റെ ന്യായവിധി അവൻ എഴുതിക്കൊണ്ടായിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. മറ്റുള്ളവരെ കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ, മറ്റുള്ളവരുടെ ന്യായവിധി എഴുതുവാൻ ദൈവം അവസരം തന്നായിരുന്നെങ്കിൽ നാം മിടുക്കന്മാരാണ്. നന്നായിട്ട് എഴുതി വെച്ചേനി മറ്റുള്ളവരുടെ വിധി, അവർക്ക് വരേണ്ട ന്യായവിധിയെക്കുറിച്ച് എഴുതുവാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ ഓരോ മനുഷ്യൻ അവനവന്റെ ന്യായവിധി. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന്റെ മുമ്പിൽ മാനമോ അപമാനമോ വരുന്ന രേഖകളാണ് നാം ദിനം പ്രതി എഴുതുന്നത്. ഓരോ നിമിഷവും നമ്മുടെ ചിന്തകളിലും നമ്മുടെ ഇടപാടുകളിലും നാം ചെയ്യുന്നത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. നാം എല്ലാവരും എന്ന് പറയുമ്പോൾ സർവ്വ ലോകവും ഹല്ലേലൂയ ഒരു CCTVയുടെ കീഴിലാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അതിൽ നിന്നും എന്തെങ്കിലും ഒന്ന് മായ്ച്ചു കളവാൻ എന്നെ കൊണ്ടോ നിന്നെ കൊണ്ടോ സാധിക്കത്തില്ല. ഹല്ലേലൂയ. എല്ലാവരും ഒരു CCTVയുടെ കീഴിലാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഈ ലോകത്തിൽ മനുഷ്യന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഹല്ലേലൂയ. സ്തോത്രം, അന്തരീക്ഷത്തിൽ കിടക്കുന്ന നമ്മുടെ ശബ്ദങ്ങളെ വേർതിരിച്ചു കൊണ്ടുവന്നു നമുക്കെതിരെ ന്യായം വിധിപ്പാൽ ഈ ലോകത്തിന് കഴിയുമെങ്കിൽ സർവത്തെ നിർമ്മിച്ച ദൈവത്തിന്റെ മുമ്പാകെ നാം ആയിരിക്കുമ്പോൾ, ഹല്ലേലൂയ. സ്തോത്രം, നാം ഓരോരുത്തരും അവന്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. റോമാലേഖനം 14-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തില് നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, നമ്മിൽ ഓരോരുത്തൻ, റോമാലേഖനം 14-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം, നമ്മിൽ ഓരോരുത്തൻ, ഹല്ലേലൂയ, ആകയാൽ നമ്മൾ ഓരോരുത്തൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. പ്രവാചകനായ യെശയ്യാ ഒരിക്കൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു 29-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തില്, ഹല്ലേലൂയ. സ്തോത്രം, അപ്പോൾ നീ താണ നിലത്ത് നിന്ന് സംസാരിക്കും, നിന്റെ വാക്ക് പൊടിയിൽ നിന്ന് പതുക്കെ വരും. വെളിച്ചപ്പാടിന്റേതുപോലെ നിന്റെ ഒച്ച നിലത്ത് നിന്റെ ശബ്ദം വരും. നിന്റെ വാക്ക് പൊടിയിൽ നിന്ന് ചിലയ്ക്കും. എന്താ പ്രവാചകൻ എഴുതി വെച്ചിരിക്കുന്നത്?
ദൈവത്തിന് മകത്വം സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മനുഷ്യന് ഹല്ലേലൂയ ഈ ലോകത്തിലെ ശബ്ദങ്ങൾ വേർതിരിക്കാൻ കഴിയുന്നത് പോലെ ദൈവത്തിന് ഓരോരുത്തൻ ദൈവത്തിന്റെ സ്ഥലം നിൽക്കുമ്പോ നിന്റെ വാക്ക് പൊടിയിൽ നിന്ന് എഴുന്നേറ്റ് വരും. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ സ്തോത്രം. മനുഷ്യന് ഓരോ ദിവസം എഴുതിയ പ്രമാണം എല്ലാം അവരുടെ മുമ്പിൽ വരുത്തി. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. അവനവന്റെ ഹല്ലേലൂയ സ്തോത്രം അവനവനെ ന്യായം വിധിക്കുന്നു. അവനവന്റെ ജീവനെ ചരിത്രം എഴുതുന്ന ഗ്രന്ഥകർത്താവ് അവനവൻ തന്നെയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഒരു വിധത്തിൽ പറഞ്ഞാൽ ദൈവമല്ല മനുഷ്യൻ തന്നെയാണ് അവരവരെ ന്യായം വിധിക്കുന്നത്. കാരണം അവന്റെ ജീവകാലത്ത് ചെയ്ത ഓരോ പ്രവൃത്തി, അവൻ ചിന്തിച്ചതും നനച്ചതും പൊടിയിൽ നിന്ന് ഹല്ലേലൂയ ഉത്തരം നിലവിളിക്കുമെന്ന് തിരുവചനത്തിൽ നാം വായിക്കുന്നു. പൊടിയിൽ നിന്ന് നിന്റെ മുമ്പാകെ വരും. ഒരു വലിയ സ്ക്രീനിൽ എന്ന പോലെ നീ ചെയ്ത സകല പ്രവൃത്തികളും നിന്റെ മുമ്പിൽ അവൻ കൊണ്ടുവരുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ആ പാപബോധം നിന്നിലേക്ക് വരും. ഹല്ലേലൂയ സ്തോത്രം. പക്ഷേ അന്ന് നിനക്ക് അനുതാപിക്കുവാൻ മനസാന്തരപ്പെടുവാൻ സമയമില്ല. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന് മഹത്വം. ഇന്ന് കേൾക്കുന്ന വാത്സല്യ സഹോദരി സഹോദരന്മാരെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ അവസരം അത് നല്ലവണ്ണം ഉപയോഗിപ്പാൻ നമുക്ക് ഇടയാകട്ടെ. ഹല്ലേലൂയ. മനുഷ്യൻ പറയുന്ന ഏത് വാക്കിനും ഹല്ലേലൂയ ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ് നാം. ആകയാൽ ഹല്ലേലൂയ സ്തോത്രം നിന്റെ വാക്കുകളാൽ നീതീകരിക്കപ്പെടുകയും മത്തായി സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 36-37 വാക്യങ്ങൾ കൂടെ നമുക്ക് വായിച്ചു കേൾക്കാം. എന്നാൽ മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിന്റെ വാക്കുകളാൽ നീതീകരിക്കപ്പെടുകയും നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്ത് മനുഷ്യനല്ല പറഞ്ഞത്, വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് തന്നെ ഈ ലോകത്തിൽ വെച്ച് പറഞ്ഞതാണ്. നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടും. അതുപോലെ തന്നെ നിന്റെ വാക്കുകളാൽ തന്നെ നിൻ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്തു. ഇതിനെക്കുറിച്ച് ശലോമോൻ പറഞ്ഞത് മനുഷ്യന്റെ ഹല്ലേലൂയ സ്തോത്രം നാവ് ഹല്ലേലൂയ ജീവനും മരണവും മനുഷ്യന്റെ അധികാരത്തിന് കീഴിൽ നാവിന്റെ അധികാരത്തിന് കീഴിൽ ഇരിക്കുന്നു എന്ന്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് പറഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. മത്തായി സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 29-ാം വാക്യത്തില് ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ ബലവാന്റെ വീട്ടിൽ കടന്ന് അവന്റെ കോപ്പ് കവർന്നു കളവാൻ എങ്ങനെ കഴിയും? പിടിച്ചു കെട്ടിയാൽ പിന്നെ അവന്റെ വീട് കവർച്ച ചെയ്യാം. ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവന്റെ വീട് കവർച്ച ചെയ്യുവാൻ കഴിയത്തില്ല. പിടിച്ചു കെട്ടിയാലോ പിന്നെ അവന്റെ വീട് കവർച്ച ചെയ്യുക. ഇത് പറയുമ്പോൾ ഹല്ലേലൂയ ഒരുപക്ഷെ പെട്ടെന്ന് നിങ്ങൾക്കതിന്റെ ഹല്ലേലൂയ സ്തോത്രം ആഴം മനസ്സിലായി കാണുകയില്ലായിരിക്കാം. ഹല്ലേലൂയ ഒരല്പം വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ഹല്ലേലൂയ ത്രൈക ഘടകത്തോട് കൂടിയാണ്. ദേഹം, ദേഹി, ആത്മാവ്. സ്തോത്രം. 5 സെൻസ് ഉള്ളതായ ഹല്ലേലൂയ സ്തോത്രം പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടാണ് മനുഷ്യന്റെ ദേഹത്തെ നിർമ്മിച്ചിരിക്കുന്നത്. അവന്റെ ഉള്ളിൽ ഹല്ലേലൂയ സ്തോത്രം ഈ ലോകത്തെ കാണുവാനും കേൾക്കുവാനും മണക്കുവാനും രുചിക്കുവാനും സ്പർശിക്കുവാനും കഴിയുന്ന ഒരു ശരീരത്തിന് ഉള്ളിൽ ഹല്ലേലൂയ ഇച്ഛ, വികാരം, ബുദ്ധി, മനസ്സാക്ഷിവ എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിത്വം എന്ന ഘടകവും ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ സ്വരൂപമായ ആത്മാവ് എന്ന മറ്റൊരു ഘടകവും ദേഹം, ദേഹി, ആത്മാവ്. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ മഹത്വം. ഹല്ലേലൂയ. നമ്മുടെ ദേഹം എപ്പോഴും എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ സ്തോത്രം. അതെപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കാൻ ദേഹത്തിന്റെ മസിൽസ് ഹല്ലേലൂയ സ്ട്രോങ് ആണ്. സ്തോത്രം. മനസ്സാക്ഷി നാം ഉറങ്ങുമ്പോഴും ഹല്ലേലൂയ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. ഒരു മനുഷ്യൻ ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നം വിവരിച്ചാൽ അവന്റെ ആത്മനിലവാരം എത്രയുണ്ടെന്ന് ഒരു കണക്കിൽ കുറെയൊക്കെ പറയുവാൻ സാധിക്കും. അവന്റെ മനസ്സാക്ഷി എപ്പോഴും ആക്റ്റീവാണ്. എന്നാൽ ആക്റ്റീവ് ഇല്ലാത്ത ഒരു ഘടകം അവന്റെ സ്പിരിച്വൽ തലമാണ്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ആ സ്പിരിച്വൽ തലം ആക്റ്റീവായ നിന്റെ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം സോളിഷ് തലം കീഴ്പ്പെടുത്തി വെച്ചിരിക്കുക. മനസ്സിലായെന്ന് കരുതുന്നു. നിന്റെ സ്പിരിച്വൽ തലം ആക്റ്റീവ് അല്ലാത്ത സ്പിരിച്വൽ തലത്തെ
ആക്റ്റീവായ സോളിഷ് സ്ഥലം കീഴ്പ്പെടുത്തി വെച്ചിരിക്കുക. എന്നാൽ ദൈവം പറഞ്ഞത് സ്തോത്രം, ബലവാനെ പിടിച്ചു കെട്ടാതെ അവന്റെ കോപ്പ് കവർന്നു കളയുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിന് മഹത്വം. നീ ദൈവികമായി ആത്മീകമായി ശക്തി പ്രാപിച്ചെങ്കിൽ മാത്രമേ ഹല്ലേലൂയ, സ്തോത്രം, ഒരു വിശുദ്ധ ജീവിതം കഴിപ്പാൻ കഴിയുകയുള്ളൂ. നിന്നെ കീഴ്പ്പെടുത്തി വെച്ചിരിക്കുന്ന ഹല്ലേലൂയ, സ്തോത്രം, ജഡമനസ്സ് ജഡമണ്ഡലത്തെ നീ കീഴ്പ്പെടുത്തണം. അതിന് നീ ചെയ്യേണ്ടത് എപ്പോഴും പ്രാർത്ഥനയ്ക്കുകയും എപ്പോഴും വചനം ധ്യാനിക്കുകയും എപ്പോഴും ദൈവത്തിൽ അടുത്തു വരികയും ചെയ്യണം. അപ്പോൾ നിന്റെ സ്പിരിച്വൽ തലം ആക്റ്റീവ് ആകും. ഹല്ലേലൂയ, സ്തോത്രം, നിന്റെ സ്പിരിച്വൽ തലം സ്ട്രോങ് ആകും. നിന്റെ സ്ട്രോങ് ആയ സ്പിരിച്വൽ തലത്തിൽ മാത്രമേ നിന്റെ ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, നിന്റെ സോളിഷ് മണ്ഡലത്തെ കീഴ്പ്പെടുത്തുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ, ഇന്ന് ഹല്ലേലൂയ പൈപ്പിശാച് ഹല്ലേലൂയ ജഡം ഹല്ലേലൂയ പ്രവർത്തിച്ചിട്ട് ആത്മമണ്ഡലത്തെ കീഴ്പ്പെടുത്തിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എല്ലാ സഭാ തലങ്ങളിലും നമുക്കത് കാണുവാൻ സാധിക്കുന്നു. എന്നാൽ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നമ്മുടെ സ്പിരിച്വൽ തലം ഒന്ന് ഹല്ലേലൂയ, സ്തോത്രം, ബലപ്പെടുവാൻ ഇടയാകട്ടെ. ദേഹതലത്തിന് ചുറ്റും നിൽക്കുന്നത് ഭയമാണ്, ഭീതിയാണ്, മരണഭയമാണ്, രോഗഭയമാണ്, ഹല്ലേലൂയ, കടഭാരമാണ്, തലമുറകളെ കുറിച്ചുള്ള ഭാരമാണ്. ഹല്ലേലൂയ, എന്നാൽ നിന്റെ സ്പിരിച്വൽ തലം ആക്റ്റീവായാൽ ഹല്ലേലൂയ, സ്തോത്രം, യേശുവിന്റെ മഹത്വം, സ്വർഗീയമായ സന്തോഷം അനുഭവിപ്പാൻ കഴിയും. നിന്റെ എല്ലാ പ്രതിസന്ധികളെയും അഭിമുഖീകരിക്കാൻ നിനക്ക് കഴിയുമെന്നുള്ള വസ്തുത നീ മറന്നു പോകരുത്. ഈ നാളുകളിൽ ഹല്ലേലൂയ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ഈ മഹാവ്യാധി അനേകരെ കീഴ്പ്പെടുത്തി ഭയത്തിൽ കൊണ്ടെത്തിച്ചിരിക്കുമ്പോൾ നീ ആത്മാവിൽ ബലപ്പെട്ടാൽ, നിന്റെ സ്പിരിച്വൽ തലം ആക്റ്റീവായാൽ, ശക്തി പ്രാപിച്ചാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, സമാധാനവും സന്തോഷവും ഹല്ലേലൂയ, സ്തോത്രം, നിനക്ക് അനുഭവിപ്പാൻ കഴിയും എന്ന വസ്തുത നാം മറന്നു പോകരുത്. ഒരിക്കൽ ഹല്ലേലൂയ ആറാം രാജാവിന്റെ പടയാളികൾ എലീശയെ ബന്ധിപ്പാൻ കടന്നു വന്നു. എലീശ പ്രവാചകന്റെ ശിഷ്യൻ പറഞ്ഞു, അയ്യോ യജമാനേ, നമ്മുടെ വീടിന് ചുറ്റും ഹല്ലേലൂയ സൈന്യം കടന്നു വന്നിരിക്കുന്നു. ഉടനെ എലീശ പ്രാർത്ഥിക്കുന്നുണ്ട്, സ്തോത്രം പറയുന്നുണ്ട്, ഹല്ലേലൂയ, നമ്മോടുകൂടെ ഉള്ളവർ അവരോടുകൂടെ ഉള്ളതിലും അധികം. ഹല്ലേലൂയ, എലീശയുടെ സ്പിരിച്വൽ തലം ഹല്ലേലൂയ സ്ട്രോങ് ആയിരുന്നത് കൊണ്ട് ഹല്ലേലൂയ തന്റെ പ്രൊട്ടക്ഷൻ എലീശ മനസ്സിലാക്കി. അതൊന്ന് കാണുവാൻ തൊക്കണം. എലീശ തന്റെ ശിഷ്യന്റെ കണ്ണ് തുറക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവനത് കണ്ടു എന്ന് നാം 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 16-ാം വാക്യങ്ങൾ വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകൽക്കാലം എന്നെ ശ്രമിക്കുന്ന എന്റെ വാത്സല്യ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ സ്പിരിച്വൽ തലം ഒന്ന് സ്ട്രോങ് ആകട്ടെ. ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നമ്മുടെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിക്കപ്പെടുവാൻ പൗലോസ് പ്രാർത്ഥിച്ചതുപോലെ നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കപ്പെട്ടിട്ട് അവന്റെ വിളിയാലുള്ള ഇല്ലെന്നും വിശുദ്ധന്മാർ അവന്റെ മഹിമാധനമില്ലെന്നും അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും അറിയുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹൃദയത്തിന്റെ ദൃഷ്ടി ഒന്ന് പ്രകാശിക്കപ്പെടുവാൻ ഇടയാകട്ടെ. നമ്മുടെ ഹല്ലേലൂയ ചുറ്റും വ്യാപരിച്ചിരിക്കുന്ന ഈ ഹല്ലേലൂയ മഹാവ്യാധിയില് നീ ഭയപ്പെട്ടു പോകുവാനല്ല, ക്ഷീണിച്ചു പോകുവാനല്ല, ആത്മാവിൽ ബലപ്പെട്ട് ധൈര്യം സംഭരിപ്പാൻ ഈ ദിവസം നമുക്ക് ഇടയാകട്ടെ. ഹല്ലേലൂയ, നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. എല്ലാ കണ്ണുകളും ഒരു നിമിഷം ദൈവത്തിലടയട്ടെ, എല്ലാ ഹൃദയങ്ങളും ഒരു നിമിഷം ദൈവത്തിൽ ഏകാഗ്രമാകട്ടെ. വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. നമ്മുടെ പ്രത്യാശ വിഷയം നമ്മുടെ കർത്താവിന്റെ മടങ്ങി വരവ് എന്നുള്ളതാണ്. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ സ്പിരിച്വൽ തല ഒന്ന് സ്ട്രോങ് ആകുവാൻ ഈ ദിവസങ്ങളിൽ ഇടയാകട്ടെ. ഈ ലോക്ക്ഡൌൺ പീരീഡുകളിൽ ദൈവം അനുവദിച്ചു തന്നെന്ന് ഓർത്ത് ഹല്ലേലൂയ, സ്തോത്രം, ദൈവസ്ഥലം താഴ്ത്തി ഏൽപ്പിപ്പാൻ ഇടയാകട്ടെ. ഈ ദിവസങ്ങൾ ഒന്നിൽ നമ്മുടെ കർത്താവിന്റെ വരവടുക്കൽ വാതുക്കലായിരിക്കുന്നു. ഗാഹളം ധ്വനിക്കാറായി. ഹല്ലേലൂയ, പ്രിയ ദൈവജനമേ, ഈ ഹല്ലേലൂയ ഗാഹളം ധ്വനിച്ചാൽ നിന്റെ നിത്യത എവിടെയെന്ന് ഒന്ന് ശോധന ചെയ്യുവാൻ ഇന്ന് പകൽക്കാലത്തെ വചന കേൾവി നമുക്ക് ഇടയാകട്ടെ. നാം ഓടിയതും അധ്വാനിച്ചതും വൃഥാവായി എന്ന് വരാതിരിക്കും
പോകാതിരിപ്പാൻ, പുത്രനെ ചുംബിപ്പാൻ. നിങ്ങൾ വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ പുത്രനെ ചുംബിച്ചുകൊള്ളി. ഹല്ലേലൂയ, സ്തോത്രം. അവൻ നമ്മെ ശക്തീകരിക്കുന്ന ദൈവം. നമ്മുടെ ഹൃദയത്തെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ, ഒരു വിശുദ്ധ ജീവിതത്തിനായി നമ്മെ തന്നെ സമർപ്പിപ്പാൻ നമുക്കിടയാകട്ടെ. നിന്റെ ചുറ്റുമുള്ളവർ ഏത് അവസ്ഥയിലായിരിക്കുന്നു എന്ന് നിന്റെ വിഷയമല്ല, നീ എങ്ങനെ ആയിരിക്കുന്നു എന്ന് നീ ഒന്ന് ശോധന ചെയ്യുവാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ. നാം ഓരോരുത്തരും അവന്റെ മുമ്പാകെ നിൽക്കേണ്ട ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിനെ നോക്കി പാർത്തുകൊണ്ട് നമ്മുടെ ഓട്ടം ഓടുവാൻ നമുക്ക് ഇടയാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും ഞങ്ങൾ അങ്ങേ വാഴ്ത്തുകയും ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം നിന്റെ മാറ്റമില്ലാത്ത വചനത്തിന്റെ കൈമാറ്റം ഹല്ലേലൂയ ചെയ്യുവാൻ നീ അടിനെ ശക്തീകരിച്ചുകൊണ്ട് സ്തോത്രം. കർത്താവേ, അവിടുന്ന് ഹല്ലേലൂയ അയച്ച നിന്റെ വചനം കർത്താവേ, ഹല്ലേലൂയ ഈ മീഡിയയിലൂടെ കർത്താവെ പുറപ്പെട്ടു പോയിരിക്കുന്ന ഈ വചനം ഹല്ലേലൂയ അനേക ഹൃദയങ്ങൾ ശോധന ചെയ്യുവാൻ ഇടയാകട്ടെ. തങ്ങളെ തന്നെ ശോധന ചെയ്ത് അവിടുത്തെ വരവിനായി ഒരുക്കപ്പെടുവാൻ എല്ലാവർക്കും അവിടുത്തെ കൃപ ചെയ്യണമേ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ നിന്റെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവിടുത്തെ ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഇവരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. കോവിഡ് ബാധയാൽ ഭാരപ്പെടുന്ന എല്ലാവരെയും കരങ്ങൾ ഏൽപ്പിക്കുന്നു. മെഡിക്കൽ ഫീൽഡിൽ കർത്താവെ ശുശ്രൂഷിക്കുന്ന ഡോക്ടേഴ്സിനെ, നഴ്സസിനെ എല്ലാം നിന്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. ലോകമെമ്പാടുമുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും നിന്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ ഭീതിയുടെ നടുവിൽ കഴിയുന്ന നിന്റെ ജനത്തിന് നീ ആശ്വാസം അരുളണമേ. കർത്താവെ, ഇത്രത്തോളം നീ ഞങ്ങളെ സഹായിച്ചത് കൊണ്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയവുണ്ടായി കേൾക്കുമാർ ആകണമേ. ആമേൻ, ആമേൻ, ആമേൻ.